ഇന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. കാരണം ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് കണ്ണന് വെക്കാൻ വേണ്ടി ഒരു ഉണ്ണിയപ്പം. കണ്ണന് ഇഷ്ടമുള്ളതാണല്ലോ ഉണ്ണിയപ്പം. അപ്പോൾ അതിന് വേണ്ടത് നാടൻ പച്ചരിയാണ്, കുതിർത്തത് 1.5 കപ്പ് നാടൻ പച്ചരി. ഇത് കണ്ടില്ലേ, ചുവന്ന നിറത്തിലിരിക്കുന്നത്. അപ്പോൾ അത് 1.5 കപ്പ്. പിന്നെ 3 അച്ച് ശർക്കര ഞാനിങ്ങനെ ചുരണ്ടി എടുത്ത് വെച്ചതാണ്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പാനിയാക്കാനും ചെയ്യാം. പിന്നെ അരക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാനിങ്ങനെ ചെയ്തതാണ്. പിന്നെ കുറച്ച് നാളികേര കൊത്ത്, ഇത് ചെറുതായിട്ട് അരിയണം. പിന്നെ ഒരു പഴം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഇത് നാടൻ പഴമാണെങ്കിൽ നിങ്ങൾ പാളയംകോടൻ പഴം എടുക്കുക. അപ്പോൾ അതൊരു ചെറിയൊരു പഴം മതി. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയേ ഉപയോഗിക്കുള്ളൂ. കാരണം പഴം അധികം ഇട്ടാൽ എണ്ണ ധാരാളം കുടിക്കും. അതുകൊണ്ട് കുറച്ച് പഴം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടി. അപ്പോൾ നമുക്കിതൊന്ന് അരക്കാം. ഇത് വെള്ളത്തിൽ 2-3 മണിക്കൂർ കുതിർത്ത അരിയാണ് കേട്ടോ. 2 മണി ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുതിർത്തിയെടുക്കാൻ പറ്റും. ഇത് ആ അരി നമ്മൾ മിക്സിയിലേക്ക് ഇടുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ആദ്യം ഒന്ന് അരക്കാം. ഇത് അരഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ ശർക്കര ഇടുകയാണ്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. അതിലെടുക്കുക, ശർക്കര ഇട്ടു. പഴം കൂടെ അരിഞ്ഞിടുകയാണ്. ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്, മധുരത്തിനൊപ്പം എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു തരി എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് അടിച്ചെടുക്കുക. ഇത് അരഞ്ഞിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് പകർത്താം. അതിലേക്ക് എടുത്തു വെച്ച ഏലക്കാപ്പൊടി ഇടുകയാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ നാളികേരം എന്ന് പറഞ്ഞല്ലോ ഞാൻ, അത് സാധാരണ നമ്മൾ കൊട്ടത്തേങ്ങയാണ് ഉപയോഗിക്കുക, അതായത് ഉണങ്ങിയ തേങ്ങ. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചത്തേങ്ങയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ അത് ഒന്ന് കുറച്ച് നെയ്യിൽ ഇങ്ങനെ വറുത്തിട്ട് ഇതിലിടുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് നമുക്ക് വെച്ച ശേഷം ചുട്ടെടുക്കാം. പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിനകത്തൊക്കെ എള്ളോ ജീരകമോ എന്തെങ്കിലുമൊക്കെ ഇടാം. പക്ഷേ ഇപ്പം ഞാനതിനൊന്നും ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഒരു പ്രസാദമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് മറ്റുള്ളതൊന്നും ഇടുന്നില്ല, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. എണ്ണ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് സാധാരണ ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയല്ല എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ അധികം നേരം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാനാണെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ നമുക്ക് വിഷമം. പിന്നെ സാധാരണ നെയ്യിലുണ്ടാക്കും. നെയ്യാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ആവുക. പക്ഷേ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നതൊന്നും നെയ്യിലല്ല കേട്ടോ. പക്ഷേ ഞാനിത് കുറച്ച് നെയ്യിലാണ്. നെയ്യിലിടുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് നെയ്യും കൂടെ, എണ്ണയുടെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് എല്ലാത്തിലും ആയി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. എൻ്റെ ഒരു കുഞ്ഞ്
ഉണ്ണിയപ്പ പാത്രമാണ്. ഗുരുവായൂരിൽ നിന്ന് കിട്ടുന്ന ഉണ്ണിയപ്പം കണ്ടിട്ടുണ്ടോ? വെറും നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇളകി വരുന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ടാം. സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ, കുട്ടികളെ എണ്ണ മേലേക്കൊക്കെ തെറിക്കും. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കുട്ടികൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അമ്മമാരോട് പറയുക, പരീക്ഷിക്കാനായിട്ട് നിൽക്കണ്ട. നമ്മൾ എടുക്കുകയാണ്. നന്നായിട്ടുണ്ട്. ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം. ക്രിസ്പിയാണ്, അതേപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നന്ദി.